തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഞങ്ങൾ ശരിക്കും കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അന്നത്തെക്കാളും കുറച്ചും കൂടി എല്ലാവരും അറിയാൻ തുടങ്ങി. എല്ലാവരും ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുന്ന ഒരാൾ തന്നെ നമ്മുടെ പേര് വിളിച്ച് സംസാരിക്കുന്നു, അത്രയും സ്നേഹം കാണിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ ഓണം അതുപോലെ തന്നെ ഈ ഓണം സ്റ്റാർ സിംഗറിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു വർഷക്കാലമായി സ്റ്റാർ സിംഗർ തുടങ്ങിയിട്ട് അപ്പൊ അത്രയും വളർച്ച മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. മാത്രം വളരെ കുറച്ചെടുത്തുള്ളൂ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെങ്ങു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയൂതി വന്നുവോ നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ സ്വർണ്ണ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ല. ഓണമേളം 2024ന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈറ്റ് ഹോംസ് ഫോർ പ്രസന്റ് സംതിങ് സ്പെഷ്യൽ സെലിബ്രേറ്റഡ് ബൈ മൈൽസ്റ്റോൺ ഇവന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഹാർവിയോറ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സംതിങ് സ്പെഷ്യൽ കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ എന്റെ കൂടെ കുറെ നല്ല പാട്ടുകാരാണുള്ളത്, നല്ല കുറെ ഗായകന്മാരും. നിങ്ങൾ നമ്മുടെ എല്ലാവരും ടി വിയിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ട് ഇതിൽ ആരായിരിക്കും കപ്പും കൊണ്ട് പോണേന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഇവരിൽ 2 പേര് ഇന്ന് ആബ്സെന്റ് ആണ്. അവർക്ക് ചില സാഹചര്യ കാരണങ്ങൾ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇവരെല്ലാവരും ഈ സ്റ്റാർ സിംഗേഴ്സ് ആണ്. അപ്പൊ ഇതിലെ ആരായിരിക്കും നമുക്ക് പോണേ, അതൊക്കെ മത്സരം വേദിയൊക്കെ അത് ആ വേദിയിൽ നടക്കട്ടെ. നമ്മുടെ ഇവിടെ മത്സരം കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ എല്ലാവരും ചേർന്ന് ഈ ഓണമേളം 2024 സ്പെഷ്യൽ ആക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും വക നല്ല ഓണപ്പാട്ടുകളും ഓണക്കളികളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ സ്പെഷ്യൽ ആക്കാം. നമ്മൾ തുടങ്ങുന്നത് തന്നെ ഏറ്റവും ഇപ്പം വന്നിരിക്കുന്ന ഒരു പോപ്പുലർ റിക്വസ്റ്റ് എന്തെന്ന് വെച്ചാല് അരവിന്ദന്റെ പാട്ടിൽ തന്നെ തുടങ്ങണം എന്നാണ് പോപ്പുലർ റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട, ഈ അരവിന്ദൻ എന്ന് പറയുന്നത് എന്റെ റിലേറ്റീവും കൂടെയാണ്. ഞങ്ങള് ഇതാണ് എന്റെ കസിന്റെ കസിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അരവിന്ദനെ ആദ്യം കയറി പിടിച്ചോട്ടെ, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് സ്വന്തം എന്റെ അനിയന്റെ സ്ഥാനം ഉള്ളത് കൊണ്ട് അവന്റെ അടുത്ത് ആദ്യം പാടാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പഠിക്കും, പള്ളിക്കെട്ട് തന്നെ പാടണം. പള്ളിക്കെട്ടോ? ആ ഓക്കെ. അപ്പൊ പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ സ്വാമി ശരണം അയ്യപ്പ ശരണം. പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, അയ്യപ്പന്മാர்களுം കൂടിക്കൊണ്ട് ஐயனை நாடி சென்றிடுவார், சபரிமலைக்கு சென்றிடுவார். சுவாமியே ஐயப்போ ஐயப்போ சுவாமியே
ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ 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 ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം 23 ഓണത്തിന് നിങ്ങളൊക്കെ എവിടെയായിരുന്നു, എന്തായിരുന്നു? അതിൽ നിന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഒരു വർഷം കൂടെ നിങ്ങൾ എല്ലാവരും സെലിബ്രിറ്റികളായി മാറിയിരിക്കുകയാണ് ഈ 24 വന്നപ്പോ, അല്ലേ? ആ ഒരു സന്തോഷം ഉണ്ടോ? ആ, അത്രേ ഉള്ളൂ സന്തോഷം. ഇല്ല എന്താ വന്ദന നന്ദ നന്ദ നന്ദയ്ക്ക് എന്താ പറയാനുള്ളേ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എങ്ങനെയായിരുന്നു, എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല പേഴ്സണലി. എല്ലാവരും അറിയുന്നുണ്ട്, നമ്മൾ പുറത്തു പോയാലൊക്കെ ആൾക്കാര് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അല്ലാതെ വേറെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അങ്ങനെയൊന്നും വരാറായിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളിപ്പം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാട് എത്രയോ പേരാണ് ഈ സ്റ്റാർ സിംഗേഴ്സ് നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനല്ലേ അവർ ആ TV പ്രോഗ്രാമിന് മുന്നിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം, നമ്മുടെ ആ ഒരു ഗായിക എന്നുള്ള രീതിയിൽ നമ്മൾ പോയ വർഷം എവിടെയായിരുന്നോ അതിൽ നിന്നും നമ്മുടെ ഗാനം കേൾക്കാൻ, ഇത് കേൾക്കാനായിട്ട് ഇത്രയും പ്രേക്ഷകർ ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില് എന്താ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ഒരു ഇത് ഇപ്പത്തെ നിങ്ങളുടെ ഓണവും നിങ്ങളുടെ സെറ്റിലെ ഇപ്പൊ മത്സരങ്ങളും ഇതെല്ലാം ഓണാഘോഷവും ഒക്കെ എവിടെ വരെയായി? ഞങ്ങൾ ശരിക്കും കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അന്നത്തെക്കാളും കുറച്ചും കൂടി എല്ലാവരും അറിയാൻ തുടങ്ങി. എല്ലാവരും ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുന്ന ഒരാൾ തന്നെ നമ്മുടെ പേര് വിളിച്ച് സംസാരിക്കുന്നു, അത്രയും സ്നേഹം കാണിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഈ ഇങ്ങനെ തന്നെ ഓണം എല്ലാ കൊല്ലവും ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. അനുശ്രീ, എന്തായി ഓണമൊക്കെ എവിടെ വരെ എത്തി? ഓണമൊക്കെ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ തന്നെ നമ്മളൊരു വർഷമായിരുന്നു സ്റ്റാർ സിംഗർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മുമ്പുള്ള നമ്മൾ കഴിഞ്ഞ ഓണം സ്റ്റാർ സിംഗറിന്റെ കൂടെ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപാട് സന്തോഷം. ഓക്കെ, ഇനി അരവിന്ദനും കൂടെ പറയാം. എന്നാ പിന്നെ എനിക്ക് ഇനി ഈ സൈഡിലേക്ക് നോക്കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണം അതുപോലെ തന്നെ ഈ ഓണം സ്റ്റാർ സിംഗറിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു വർഷക്കാലമായി സ്റ്റാർ സിംഗർ തുടങ്ങിയിട്ട്. അപ്പൊ അത്രയും വളർച്ച മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ അതിലേറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നും ഞാൻ ചോദിച്ചാൽ പോലും അധികം ആൻസർ ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം സ്റ്റേജിലേക്ക് വരുമ്പോഴും പാട്ടൊക്കെ പാടാൻ തുടങ്ങുമ്പോഴും ഒക്കെ എന്താണ് ആൾക്കാരുടെ എന്തൊരു നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് കേൾക്കാനായിട്ട് പാട്ടൊക്കെ. പക്ഷെ പൊതുവെ ഇങ്ങനെയാണോ? നിങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇദ്ദേഹം സംസാരത്തിലൊക്കെ വളരെ കുറവാണോ അതോ കൂടുതലാണോ? സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്, പോകുമ്പത്തേക്ക് ഇതാവുമായിരിക്കും. ആണോ? ആരോട്? അനുവിന്റെ അടുത്ത്. അനുവിന് എന്താ ഇങ്ങനെയാ? പറയൂ. നല്ല സംസാരാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സെറ്റിൽ ഇരിക്കുമ്പോഴും ഇതുപോലെ ഭയങ്കര ഇതായിട്ടാണോ, അതോ നിങ്ങൾ അവിടെ നല്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ നമ്മുടെ ഒരു സ്റ്റുഡിയോ വന്നതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ നിങ്ങൾക്ക്? അത് തന്നെയാണ്. നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ വലിയ കേമന്മാരാണ് അല്ലേ? നിറയെ സംസാരിക്കും, നിറയെ ടോക്കറ്റീവ് ആണ് അല്ലേ? എല്ലാവരും തമ്മിൽ നല്ല. അടുത്ത ഗെയിം സെഗ്മെന്റിന്റെ പേര് ഓടരുത് അമ്മാവ ആളറിയാം. ആളറിയോ നോക്കട്ടെ. അയ്യോ, ആണ് ഈ പ്രൊഡ്യൂസറിന്റെ ഒരു ഇതെന്നറിയോ, എന്താന്നറിയോ പനിഷ്മെന്റ്? ഞാനിപ്പോ ഓർഡർ തമ്മ ആളറിയാമില്ലേ, ഞാനിപ്പോ ഓരോരോ ഒരു ടാഗ് ലൈൻ പറയും. അതുമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതില് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ 6 പേരിലെ പറഞ്ഞാൽ മതി, 2 പേരെ മൈനസ് ചെയ്യാം. ഈ നിങ്ങൾ ഇരിക്കുന്നതില് ആരാണ് ആ ടാഗ് ലൈനുമായിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്നത് പറയണം. എന്നിട്ട് ആ ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ സംഭവം ആർക്കാണോ കിട്ടുന്നത് അവർക്ക് വെള്ളം തരും. വെള്ളം വായിൽ കുടിച്ചുകൊണ്ട് നിങ്ങൾ ആ പാട്ട് പാടണം, അല്ലെ വെള്ളം വായിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു പാട്ട് പാടണം. അതാണ് ടാസ്ക്. ഓക്കെ, ആള് പാടണം വെള്ളം കുടിച്ചോണ്ട്. ഓക്കെ അനു, റെഡി? അനു ചിരിച്ച് ചിരിച്ച് ഫുൾ റെഡായി ഞങ്ങളെ പേടിപ്പിച്ച്. നോക്കട്ടെ ഇനിയിപ്പൊ ആദ്യത്തെ എന്തെന്നറിയോ? ആംബുലൻസ് ഒക്കെ ഉണ്ടോ? നമുക്ക് എനി ടൈം വിളിച്ചാൽ കിട്ടുമല്ലോ, കുഴപ്പമില്ല. ശരി, ഫസ്റ്റ് വൺ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പെർഫെക്ഷനിസ്റ്റ് ഗൈ ആരാണ്? അതിപ്പോ ഗൈ എന്നൊന്നും ചേർക്കണ്ട, ഇപ്പൊ പെൺകുട്ടികളും ഉണ്ടല്ലോ. കൂടുതൽ പെർഫെക്ഷനിസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ. എത്ര പഠിച്ചാലും പിന്നെയും പിന്നെയും പഠിക്കണം, പഠിച്ചു ഇങ്ങനെ പോളിഷ് ചെയ്ത് പാട്ട് ആരാ? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് അനുശ്രീയാണോ? ആണ്. അപ്പോൾ ആദ്യം ഒരു കുപ്പി വെള്ളം തന്നുള്ളൂ, അനുശ്രീക്ക് കൊടുക്കാം.
യെസ്, കുപ്പി തരില്ല. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ കുപ്പിയാണ്. ഇത് നിങ്ങളെ അനുമോൾക്കാണ് കൈ തരുന്നത്. ഇത് നിങ്ങളും വെച്ചോ. ഈ ടീമിലേക്ക് വെക്കാം. വായിലേക്ക് വെള്ളം നിറയ്ക്കുക. വായിൽ വെള്ളം വെച്ചോണ്ടേ ഇങ്ങനെ പാടും. പ്രൊഡ്യൂസർ തോന്നുന്നു പാടി കേൾപ്പിച്ചേ. കുട്ടികൾ ഇഷ്ടമുള്ള പാട്ട് പഠിക്കോ? അതെ, 4 പേര് ഒന്ന് പാടി നോക്കുവോ? ഇഷ്ടമുള്ള വായില് വെള്ളം കുടിച്ചിട്ട് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. മതി, പെട്ടെന്ന് പഠിക്കോ, സമയം പോന്നു. പഠിക്കോ ഇറക്കരുത്, പാടൂ. അങ്ങനെ പാടാല്ലേ? അല്ലടി മാവ് കൂട്ടിട്ട് പാടാൻ പറ്റില്ലേ? പാടാൻ പറ്റുമോ? നോക്കിക്കേ, മൂളാൻ പറ്റുമോ? മൂളാൻ പറ്റും. അന്ന് പാടൂ. വെള്ളം കുടിച്ചിട്ട് പാടും എന്നാണ് ഉദ്ദേശിച്ചത്. വെള്ളം കുടിച്ചിറക്കിയോ? പാടാൻ പറ്റും. ഇതൊരു ഫണ്ടിന് വേണ്ടിട്ട് ചെയ്തോന്നേ ഉള്ളൂ. അങ്ങനെ പാടണം. എന്നാ അങ്ങനെ പാട്. അതാ ഫണ്ട്. എന്നാ പെട്ടെന്ന് വേണ്ട, അടുത്ത ആൾക്ക്. നടക്കൂല, പെട്ടുപോയി, നടക്കില്ല. എന്താ പാട്ട് മനസ്സിലാവണം. കാതോട് കാതോരോ, ഞാനാണ് മെഡിക്കുക കേട്ടോ, എനിക്കേ അറിയുള്ളൂ പാട്ട്. അതാണ് പാട്ട്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാൻ. അടുത്തത് നിങ്ങളുടെ റിസർച്ച് ബ്യൂറോ. എത്ര ഒരു പാട്ട് പാടാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാക്സിമം റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട പാട്ട് കണ്ടുപിടിക്കുന്നത് ശ്രീരാഗാണോ? ബുജിസ്റ്റ് സിനിമയിലെ സീനും അതങ്ങനെ കമ്പോസ് അറിയുന്നത് റിസർച്ച് ചെയ്തിട്ടാണല്ലോ. ആണോ? അതിന് നമ്മള് ഫാക്ട് ഒന്നും നോക്കുന്നില്ല, ഭൂരിപക്ഷം നോക്കുന്ന. കൂടെ ഇരിക്കുന്ന കൂട്ടുകാര് ഈ ഒരു ട്രോഫി എടുത്തിട്ട് ശ്രീരാഗിന്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീരാഗ്, നിങ്ങളുടെ ടേൺ ആണ്. വെള്ളം കുടിച്ച് പാട്ട് പാടുക. ശ്രീരാഗ് പാടുന്ന പാട്ട് ഏതാണ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ, വെള്ളം കുടിച്ചിട്ടും പാടി. ഒരു പുഷ്പം മാത്രമേ. വെള്ളം കുടിച്ചിട്ടും പാടി. കുറച്ച് വെള്ളം കുടിച്ചിട്ട് പാടി. 11 മിടുക്കന കേട്ടോ. അടുത്തത് ഓവർ തിങ്കർ. അതാരാണ് നിങ്ങളുടെ ടീമില്? ഒരുപാട് അലിക്കുന്നത് എന്നാ ഇല്ല, ഇത് ഞാൻ അരവിന്ദന് തന്നെ കൊടുക്കാം. കാരണം എന്താ പറയുക, കുറെ നാളായിട്ട് അരവിന്ദന്റെ ഇന്റർവ്യൂ മൈൽ സ്റ്റോണിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഇതുവരെ തിങ്കിങ് കഴിഞ്ഞിട്ടില്ല, ആലോചിച്ചിട്ട് ഇതുവരെ പറയാൻ പറഞ്ഞിട്ടില്ല. ഇത്ര അധികം ആലോചിക്കണോ ഒരു ഇന്റർവ്യൂ തരാൻ? വേണ്ട, അതുകൊണ്ട് വെള്ളം കുടിച്ച മോനെ പാട്ട് പഠിക്കും. ഇത്ര നാളൊന്നും ഇന്റർവ്യൂ ചെയ്യിക്കുമ്പോഴേ ഇത്ര നാളിരുന്ന് ആലോചിക്കാൻ പാടില്ല. അപ്പൊ തരാം ചേച്ചി എന്ന് പറയണ്ടേ? ആളി കുടിച്ചിട്ട് പാടിക്കും. നിങ്ങൾ കണ്ടുപിടിക്കണം ഏത് പാട്ടാണ്. കുടിക്കാം. പാട്ട് കണ്ടുപിടിച്ചു. അമ്മൂമ്മക്കിളി
अभी मुझ में कहीं ഓ അങ്ങനെ ആ കിട്ടി കിട്ടി കിട്ടി. ആ ഓക്കെ. ഇനി അടുത്തത് സെൽഫ് മാർക്കറ്റിംഗ് ഗൈഡ്. ആരാണ് ഭയങ്കരമായിട്ട് സെൽഫ് മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്? ഭവനാണോ? ആണോ? വെള്ളം കുടിച്ചോ? വീട്ടിൽ കുടിച്ചോ? സെൽഫ് മാർക്കറ്റിംഗ് ഓവർ തിങ്ക്. നമുക്ക് അത് കഴിഞ്ഞ് വീണ്ടും കൊടുക്കാം. എല്ലാവർക്കും എന്തായാലും ഒന്ന് കൊടുക്കും. ഇനി അടുത്ത പാട്ട് പാടിക്കേ. സെൽഫ് മാർക്കറ്റിംഗ്. വെള്ളം കുടിച്ചും പാട്ട് പാടാൻ പഠിച്ച്. ഇനി അടുത്തത് ബ്യൂട്ടി കോൺഷ്യസ്. ആരാണ്? ആരാണ്? എന്നാലും ഉള്ളതിൽ ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്തേ പറ്റൂ. ഉള്ളതില് കൂടുതൽ സമയം കണ്ണാടിയിലൊക്കെ നോക്കി ആണ്. അപ്പൊ അത് തന്നെ മോനെ കൊടുത്തോ, വെള്ളം കുടിച്ചു. എന്നാലും സ്ക്രീൻ നമ്മളൊക്കെ ഒന്ന് ഇതായിട്ട് കുറച്ച് നിങ്ങൾ കോൺഷ്യസ്ലി ശ്രദ്ധിക്കുന്നില്ലേ? ആ അപ്പൊ അങ്ങനെ മതി. ആ എന്ത് നിലാവിന്റെ നീലം. എന്റെ പൊന്നോ, തെളിപ്പ് ബുദ്ധിമുട്ടല്ലേ? നമുക്ക് പ്രൊഡ്യൂസറെ വെള്ളം കുടിപ്പിക്കണേ ലാസ്റ്റ്. ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെഗ്മെന്റ്സ് കൊണ്ട് വന്നേ. ആ ഓക്കെ. അടുത്തത് ആരാണ് എപ്പോഴും എന്നെ ശല്യപ്പെടുത്തരുത്, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഞാനൊന്ന് പഠിച്ചോട്ടെ പ്ലീസ്, ഞാനൊന്ന് പഠിച്ചോട്ടെ എന്ന് നിങ്ങളുടെ കൂടെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന ആരാ? ബൽറാം ഇന്നലെ പറഞ്ഞിരുന്നു ബോബിന്റെ അടുത്ത്. ഏത് പാട്ടേ മറ്റേ അവനേത് പാട്ട് പാടിക്കൊണ്ടിരുന്നു ഇടയ്ക്കൊന്ന് പാടി. പക്ഷെ നടക്കില്ല. ബൽറാം വന്നിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതില് എന്നെ ഒന്ന് ശല്യപ്പെടുത്തരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്ന ആരാ? എപ്പോഴും നിങ്ങളെ ബാക്കി എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴും ഒറ്റയ്ക്കായി ആര്? ഗോകുലോ ആണ്. അത് ഞാൻ അതുവരെ കേട്ട് കാണില്ല പാട്ട്. എന്തായാലും വേണ്ടില്ല, സാധനം അങ്ങോട്ട് നേരെ വന്നു, വെള്ളം കുടിച്ചോ. ഗോകുലിനാണ് അടുത്ത ചാൻസ് വന്നിരിക്കണേ. തണുത്ത വെള്ളമാണോ? കുടിക്കണ്ടല്ലേ? ഒരു ഇത്തിരി കുടിക്കണ്ടേ? കുടിക്കണോ? തുപ്പാൻ പറ്റില്ല. ഒരു ഇത്തിരി വെള്ളം കുടിച്ചോണ്ട് ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ. ഇല്ല പാടത്തെ, എല്ലാരും പാടുന്നുണ്ടല്ലോ. ഓക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങളുടെ കൂട്ടത്തില് റീൽ ഗൈ, ഏറ്റവും കൂടുതൽ റീൽസ് കാണുന്ന ആള്. അപ്പൊ റീൽസ് എടുക്കുന്ന ആരാ? റീൽസ് എടുക്കുന്ന ആരാ നിങ്ങളുടെ കൂട്ടത്തില്? ആണ്. എടുക്കുന്നത് 11, കാണുന്നത് 11. മോൻ കുടിച്ചാ മതി. നമ്മുടെ ചോദ്യം അതായിരുന്നു, റീൽസ് ഏറ്റവും കൂടുതൽ ഇരുന്ന് കാണുന്നത്. ഇനി റീൽസ് കാണുമ്പോ ആലോചിക്കും വെള്ളം കുടിച്ച് പാടിയത്. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? കിട്ടി കിട്ടി. ഓക്കെ, ഇത്രയും റീൽസ് കാണുന്ന ആളുടെ അടുത്ത് ചോദിക്കട്ടെ, മൈൽ സ്റ്റോണിന്റെ ഏത് റീൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കണ്ടേ? ഞാൻ അങ്ങനത്തെ റീൽസ് അല്ല കാണാം. ഓഹോ, പിന്നെ എങ്ങനത്തെ റീലാ കാണുന്നത്? മൈൽ സ്റ്റോണിൽ ഫുഡിന്റെ റീൽസ് കാണിക്കാറുണ്ടല്ലോ. മന്തി പ്രേമിയാ, മന്തി പ്രേമിയാ. ഒരു റീല് പോലും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നല്ല കുട്ടി, നല്ലതൊന്നും ഓർമ്മ വെക്കൂല. ഓക്കെ ശരി പോട്ടെ, അതൊക്കെ വിട്. ഇനി അടുത്തത് ചിൽ വിത്ത് ഫുഡ്. അതാരായിരിക്കും? ഭക്ഷണപ്രിയൻ. ആര്? വീണ്ടും വെള്ളം കുടിക്കും മോനെ. മൂന്നാമത്തെ വെള്ളം. ഭക്ഷണപ്രിയൻ. ആ, എന്ത് ഭക്ഷണമാണോ ഇഷ്ടം? മന്തി. ആ, മന്തി പ്രേമിയാ. ആണോ? ശരി, പാടിക്കോളൂ. പാട്ടാലോചിക്കാണോ പാട്ടുകാരൻ? ഒരു വർഷം കൂടെ നിന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും
ആ സാധനം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പോ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് ശരിക്കും മൊത്തം ഡേയ്സ് നോക്കിയാൽ നിങ്ങൾ ആരെങ്കിലും കൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഡേയ്സ് അല്ലേ? അതാണ് പെട്ടെന്ന് മൂളം തുടങ്ങുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്തത് പൊസസീവ് ആയിട്ടുള്ളത് നിങ്ങളിൽ ആരാണ്? ഏറ്റവും കൂടുതൽ പൊസസീവ് ആയിട്ടുള്ളത് നിങ്ങൾ ആരാണ്? എന്നാലും ഉള്ളതിലൊരു ഇത്തിരിയെങ്കിലും പൊസസീവ്നെസ് ആർക്കാ ഉള്ളത്? ആണോ? ആരും ഒരു ഇത്തിരി പോലും പൊസസീവ് അല്ലേ? എന്നാലും ആരെങ്കിലും ഇല്ല? ആരൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജഡ്ജസ് ആരെങ്കിലും ഇപ്പൊ ഒരാളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചില്ല, എന്നോട് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പരിഭവം എപ്പോഴെങ്കിലും? എല്ലാ കണ്ടസ്റ്റൻസിനോടും ഒരുപോലൊക്കെ തന്നെയാണ്. ആരും ഇതുവരെ കംപ്ലൈന്റ് ബോക്സും ഇല്ല. എന്നാൽ സാരല്ല, നമ്മള് നന്ദ പാട്ടുപാടി വെള്ളം കുടിച്ച് പാട്ട് പാടുന്ന കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് നന്ദയ്ക്ക് കൊടുത്തിരിക്കണം. നന്ദ വെള്ളം കുടിച്ച് പാടിക്കോളൂ. അത് വേണ്ടിട്ടല്ല, വേണ്ട. ഓക്കെ, അത് മായിച്ചു. ആ ടാഗ്ലൈന് വേണ്ടിട്ടല്ല, നന്ദ വെള്ളം കുടിച്ച് പാടുന്നത് കേൾക്കാനായിട്ട്. ആ ഇരിക്കട്ടെ, ചോദ്യം തീർന്നോ? ചോദ്യം ഒരെണ്ണം കൂടി ഉള്ളൂ, അന്ന് അതും കൂടെ ചോദിച്ചിട്ടായിക്കോട്ടെ. അടുത്തത് പേടിത്തൊണ്ടൻ. പേടിത്തൊണ്ടൻ ആരാണ്? അതോ പേടിത്തൊണ്ടിയാണുള്ളേ? ജനറലി ഒരു പേടി, ജനറലി പേടി അല്ലെ പാട്ടിനോടുള്ള പേടി, എന്ത് വേണേലായിട്ട് കൂട്ടിക്കോ. ആരാ? ആരാ? ശ്രീരാഗാണോ? ശ്രീരാഗൻ. ആണോ? പേടിച്ച. അപ്പോൾ എന്നാൽ ഇത് ശ്രീരാഗ് വെള്ളം കുടിക്കട്ടെ. ശ്രീരാഗ് കൊടുത്താൽ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് നന്ദയ്ക്ക് ഇതുവരെ വരാത്തത് കൊണ്ട് നന്ദനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാം. ശ്രീരാഗ് സീരിയസ് ആയിട്ട് എടുക്കല്ലേ? ശ്രീരാഗ് ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവർക്കും കിട്ടി. ഒരേ ഒരാൾ നന്ദ മാത്രമാണ് ഈ ഒരു ടാഗ്ലൈൻ ഒന്നും കിട്ടാതെ ഇവിടെ എസ്കേപ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു വർഷമായിട്ട് നന്ദേനെ അറിയാവുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾ പറയും നന്ദയ്ക്ക് പറ്റിയ ടാഗ്ലൈൻ എന്തായിരിക്കും? നന്ദേനെ നിങ്ങക്ക് മനസ്സിലായത് വെച്ചിട്ട് എന്തായിരിക്കും കൊടുക്കാമായിരുന്നു? അതൊന്ന്. പിന്നെ വേറെന്താ ഉള്ളേ നന്ദയ്ക്ക് കൊടുക്കാൻ പറ്റിയത്? തോന്നുന്നില്ലേ? സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓക്കെ, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിൽ തന്നെ നന്ദയ്ക്ക് കൊടുക്കാം. ഓക്കെ, കുടിച്ചോളൂ. ബോധിച്ച് വേടത്തിന്. വളരെ കുറച്ചെടുത്തോളൂ. ആയിരം കണ്ടുമായി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഈ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ വേണം താഴെ വെച്ചോ. എന്തൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ എത്ര പാട്ടും പഠിച്ച് എല്ലാം കഴിയുമ്പോഴും ലാസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്നും ഒരേ ഒരാളാണ് വിജയിയാവുന്നത് അല്ലേ? അതാരായിരിക്കും? ഭാഗ്യം എന്ന് പറയുന്നത് ആരിലേക്കായിരിക്കും ആ ദിവസം വരാൻ പോണത്? ഏകദേശം ഇനി കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഫൈനൽ സമ്മാനം? ക്യാഷ് പ്രൈസ് ആണോ, ഫ്ലാറ്റ് ആണോ? 50 lakhs. നേരത്തെ ഒക്കെ വീടായിരുന്നു കൊടുത്തോണ്ടിരുന്നത്, ഫ്ലാറ്റാ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഒരു ഫ്ലാറ്റ് മാറ്റി ക്യാഷ് പ്രൈസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം 50 ലക്ഷം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഒരു വീടും വെക്കാം, 50 ലക്ഷത്തിലും വെക്കാമല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? വീട് വെക്കാൻ നേരത്തെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ വെക്കാൻ പറ്റൂ. അപ്പൊ ബാക്കിയുള്ള ഒരു വീട് വെക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഞാനൊരു വേറൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. അങ്ങനെയുള്ളവർക്കും ഇനി ഈ 50 ലക്ഷം കൊണ്ട് നിങ്ങളിൽ ആരാണ് പോണത് അവർക്കൊരു വീട് വെക്കാൻ തോന്നുകയാണെങ്കിലും 50 ലക്ഷം കൊണ്ട് പോയിട്ട് നിങ്ങൾ വീട് വെക്കണ്ട. ബൈറ്റ് ഹോംസ് മോർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിലാണെങ്കിൽ നിങ്ങൾ നേരെ പകുതി പൈസ കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി പകുതി പൈസ എന്ന് പറയുന്നത് വീടിന്റെ പണി തുടങ്ങി കഴിഞ്ഞ് പിന്നീട് 50 തവണകളായിട്ട് നിങ്ങൾ അടച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് വീടിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് തരും. ആ ആപ്പ് ത്രൂ നമുക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് പ്ലാനും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ലൈവായിട്ട് നമുക്ക് സൈറ്റിലത്തെ, നമുക്കിപ്പോൾ എവിടെയാണോ വീടെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും പോയില്ലേലും നമ്മൾ സൈറ്റ്, നമുക്ക് അവിടുത്തെ ക്യാമറയൊക്കെ ലൈവായിട്ട് നമുക്ക് അത് അറിയാൻ പറ്റും കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ
കുറെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പരസ്യം പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ടിന് ഇപ്പം അങ്ങനെ ഒരു വൈറ്റ് ഹോംസ് വീട് വെക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വൈറ്റ് ഹോംസ് ഫോർ ആണ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു മധുരക്കിനാവിൻ പാടാം. ഓക്കെ, എല്ലാരും കൂടെ 3 സ്റ്റാർ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിനായിരം ആശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഓണമേളം 2024 ഇന്ന് വളരെ സ്പെഷ്യൽ ആക്കി നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ് എല്ലാവരും വളരെ മനോഹരമായിട്ട് എല്ലാവരും നല്ല രീതിയിൽ നല്ല നല്ല പാട്ടുകൾ നമുക്ക് പാടി തന്നു. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഒരേ ഒരു ഗുഡ് ന്യൂസും കൂടെ ഞാൻ ഷെയർ ചെയ്യാണ്. ഓണമായിക്കൊണ്ട് ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സും പുതിയതായിട്ട് നമ്മുടെ മൈൽ സ്റ്റോൺ ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങൾക്കും എല്ലാവർക്കും എന്തെങ്കിലും ബർത്ത്ഡേയോ കല്യാണമോ എൻഗേജ്മെന്റോ എന്തെങ്കിലും കോർപ്പറേറ്റ് ഇവന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മൈൽ സ്റ്റോൺ ഇവന്റ്സ് ആയിരിക്കണം നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ വീട് വെക്കാൻ വൈറ്റ് ഹോംസ് ഫോറും ഇവന്റ്സ് വന്നാൽ മൈൽ സ്റ്റോൺ ഇവന്റ്സും. അതും കൂടെ പാവം കുട്ടികളെ ഇവിടുന്ന് പഠിപ്പിച്ച് പറഞ്ഞാണ് ഇവിടുന്ന് വിടുന്നത്.